ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരുന്നത്. അതായത് ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയാം. നമ്മളിപ്പോൾ തമിഴിൽ ഒരുപാട് വാസ്റ്റായിട്ട് മെയ്യെഴുത്തുകൾ അങ്ങനെ ഒരുപാട് ഗ്രാമാറ്റിക്കലായി പോണതിന് പകരം നമ്മൾ ഈസി ആയിട്ട് കുറച്ച് ടിപ്സായിട്ട് പറയണം. അതായത് ഇത് മെയിനായിട്ട് നമുക്ക് തമിഴ് വേർഡ്സ് എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. ഓക്കെ, നേരെ വീഡിയോ തുടങ്ങാം. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പുറത്ത് കുറച്ച് കുട്ടികൾ കളിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, തമിഴിൽ ഒരുപാട് അക്ഷരങ്ങൾ മലയാളത്തിലെ പോലെ ഇല്ല എന്ന് നമുക്കറിയാം. അതായത് കുറച്ച് അക്ഷരങ്ങളില്ല. അതായത് ഭ, ഢ, ധ, ഠ, ഘ ഈ അക്ഷരങ്ങൾക്ക് പകരം നമ്മൾ അതിനോട് സാദൃശ്യമുള്ള മറ്റു ചില അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ഈ അക്ഷരങ്ങളിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ആദ്യത്തെ ടിപ്പാണ്, നിങ്ങളൊന്ന് നോക്കുക. അതായത് ഭ എന്നുള്ളതിന് പകരം നമ്മൾ തമിഴിൽ പായാണ് ഉപയോഗിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഘ, ആ ഘായിന് നമ്മൾ തമിഴിൽ കാ തന്നെയാണ് ഉപയോഗിക്കുക. മൂന്നാമത്തെ ധ എന്നുള്ളതിന് നമ്മൾ തമിഴിൽ തായാണ് ഉപയോഗിക്കുക. ഷ എന്നുള്ളതിന് തമിഴിൽ ച, അതേപോലെ ഢ എന്നുള്ളതിന് നമ്മൾ തമിഴിൽ ഠ. ഓക്കെ, ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലൊന്ന് നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കുക. നമ്മൾ തമിഴിൽ ഓരോന്ന് എഴുതില്ല. ഇപ്പോൾ അരസാംഗം, അതിശയം, അല്ലെങ്കിൽ മിരുകം, അങ്ങനെ എന്നുള്ളത് വരണം. അതായത് ഞാനിവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് രം, യം, ഷം, പം, ടം. അങ്ങനെ തമിഴിൽ എന്ന് വരണം. അവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതാണോ അക്ഷരം, അതായത് രാ ആണെങ്കിൽ രാ എഴുതുക, അതിൻ്റെ ഒപ്പം മാ എഴുതിയിട്ട് മുകളിൽ കുത്തിടുക, അർദ്ധാക്ഷരം. അപ്പോഴാണ് മം അതായത് വരുള്ളൂ. ഓക്കെ, അതിപ്പോൾ ഏതിനാണെങ്കിലും എന്ന് അവസാനിക്കുന്നതാണ് നമ്മൾ തമിഴിൽ എഴുതാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഏതാണോ അക്ഷരം, ഇപ്പോൾ പം, ടം ഇങ്ങനെയുള്ള പായാണെങ്കിൽ പാ എഴുതുക, ലാസ്റ്റ് മാ എഴുതുക, മുകളിൽ കുത്തിടുക. അപ്പോൾ അതല്ല ലായാണെങ്കിൽ ലം എന്നാണെങ്കിൽ ലാ എഴുതുക, പിന്നെ മാ എഴുതുക, മുകളിൽ കുത്തിടുക. അതായത് ലാസ്റ്റ് മം എന്നുള്ള ഒരു അർദ്ധാക്ഷരം വരണം, അപ്പോഴേ അത് എന്ന് വായിക്കുള്ളൂ. ഇതും ഒരു ടിപ്പാണ്, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ടിപ്പ് 3 നോക്കാം. ഇത് നേരത്തെ ഞാൻ അർദ്ധാക്ഷരം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ കൂട്ടക്ഷരമില്ല. അപ്പോൾ നമ്മൾ കൂട്ടക്ഷരം എഴുതണം എന്നുള്ള സ്ഥിതിയിൽ നമ്മൾ ആ അക്ഷരം തന്നെ 2 തവണ എഴുതിയിട്ട് മുകളിൽ ഡോട്ടണം, അതായത് അർദ്ധാക്ഷരമായിട്ട് എഴുതുന്നു പറയാം. ഇപ്പോൾ നോക്കൂ, ലാ എന്നാണ് എഴുതണത്. അപ്പോൾ ലാ 2 തവണ എഴുതി ലായുടെ മുകളിൽ കുത്തിട്ടു. ഈ കുത്തിടുന്നതാണ് നമ്മൾ അർദ്ധാക്ഷരം എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഖായാണ് എഴുതണമെന്നുണ്ടെങ്കിൽ 2 ഖ എഴുതുക, മുകളിൽ കുത്തിടുക. ങ ആണെങ്കിൽ 2 ങ എഴുതി മുകളിൽ കുത്തിട്ടു. പായാകുമ്പോൾ 2 പാ എഴുതി മുകളിൽ കുത്തിട്ടു. അതേപോലെ തായാണെങ്കിൽ 2 താ എഴുതുക, മുകളിൽ കുത്തിടുക. അതേപോലെ ഏത് അക്ഷരമാണ് ഇപ്പോൾ നമുക്ക് എഴുതേണ്ടത് കൂട്ടക്ഷരമായിട്ട് വരുന്നത്, അത് 2 എണ്ണം എഴുതുക, മുകളിൽ കുത്തിടുക. ഇപ്പോൾ എല്ലാ അക്ഷരങ്ങളും ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഷാ എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഷാ ഇല്ല, അപ്പോൾ നമ്മൾ ചായാണ് എഴുതുക. ചാ 2 തവണ എഴുതുക, മുകളിൽ കുത്തിടുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ടിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നായുടെ കാര്യം. അതായത് നമ്മൾ 2 നാ ഉണ്ട്, ഏത് നാ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോയും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് എഴുതാനുള്ളതൊക്കെ മനസ്സിലാവും. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ച് വേർഡ്സും ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ഇത് ഷെയർ ചെയ്തും കൊടുക്കുക.